വയനാട്ടിലെ കടുവാ സാന്നിധ്യമുണ്ടായ വയനാട് പടിക്കം വയലിൽ കാണാതായ ആൾക്കായി അന്വേഷണം. തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കോടഞ്ചേരി സ്വദേശി ബേബിയെയാണ് കാണാതായത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, കടുവാ സാന്നിധ്യം അതൊരു ആശങ്കയാവുന്നുണ്ട് ഈ കാണാതാവലല്ലേ? ഗോകുൽ, ഒരാളെ കാണാതായിരിക്കുന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. അതായത് ബേബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവിടുത്തെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ജോണി എന്നു പേരുള്ള ഒരാളുടെ തോട്ടത്തിൽ ഈ വിധത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെയാണ് കാണാതായിരിക്കുന്നത്. അത് ഈ നാട്ടുകാർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്താണ് ഇപ്പോൾ അറിയുന്ന കാര്യം? 70 വയസ്സ് പ്രായമുള്ള അവിടെ ജോണി ചേട്ടൻ തൈപ്പറമ്പിൽ എന്ന് പറഞ്ഞ ആളുടെ ഒരു കാവൽക്കാരൻ ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഇതുവരെ അറിവ് കിട്ടിയിട്ടില്ല. പക്ഷേ വനംവകുപ്പ് RRT ടീം അദ്ദേഹത്തിന് വേണ്ടി ഓൾറെഡി ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്, പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ഓൾറെഡി കടുവയെ വെടിവെക്കാനുള്ള മയക്കുവെടി പിടിക്കാനുള്ള ഒരു ഓർഡർ ഓൾറെഡി ഉണ്ട്, നിലവിലുണ്ട്, ഓൾറെഡി ഉണ്ട്. നിലവിൽ ഓർഡർ വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ നിലവിൽ പിന്നെ വനംവകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ PS അതേപോലെ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് ഓർഡർക്ക് നിലവിൽ പിന്നെ ഇടപെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ഉണ്ടാവുമെന്നാണ്. അതിലാണ് നാട്ടുകാരുടെ മുഴുവൻ പ്രതീക്ഷയും. വൈകുന്നേരം ഇരുട്ടാവുന്നതിന് മുമ്പ് ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ മുഴുവൻ ആളുകളുടെയും അഭ്യർത്ഥനയും. മിസ്സിംഗ് ആയ ആൾ അവിടുത്തെ കാവൽക്കാരനാണ്, പ്രായമുള്ള ആളാണ്, 10-75 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൻ്റെ ഉടമ രാവിലെ വിളിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല. ഫോണ് അവിടെ ഷെഡിലുണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെ നമുക്ക് ആശ്വസിക്കാം, കാരണം അത്തരത്തിൽ പ്രതീക്ഷിക്കാം. എന്തായാലും വനംവകുപ്പ് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ഇവിടേക്ക്. RRT സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം ഇവിടേക്ക് വരുന്നു. ഇത് വനത്തോട് ചേർന്ന മേഖലയാണോ? നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഈ തോട്ടത്തിലെ ഷെഡൊക്കെ? ഇത് കടുവയെ ആദ്യം കണ്ട സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് തൊട്ട് അടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് പറയുമ്പോൾ കാര്യമായ ദൂരമില്ല. അത് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 50 മീറ്റർ അപ്പുറത്തുള്ള, ആദ്യം കണ്ട സ്ഥലം 50 മീറ്റർ അപ്പുറത്തുള്ള ഒരു ഉന്നതിക്ക് സമീപത്ത് വയലിനകത്താണ് ആദ്യമായി കണ്ടത്. അതിനുശേഷം പിന്നീട് ബിനു എന്ന ആളാണ് ആദ്യം കാണുന്നത്. അദ്ദേഹം കടുവയെ കണ്ട ശേഷം കടുവ നേരെ അതിനകത്തേക്ക്, അതായത് ഒരു കുന്നിൻ മുകൾ പോലുള്ള പ്രദേശമാണ്, ആ പ്രദേശത്തേക്ക് കടുവ കയറിപ്പോയി. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അവർ കൃത്യമായ രീതിയിലുള്ള പരിശോധന പൂർത്തിയാക്കി. ആ പരിശോധനയിൽ പഗ്മാർക്ക് പരിശോധിച്ചപ്പോൾ കടുവ എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ ജോണി എന്ന പേരുള്ള ആളുടെ തോട്ടത്തിന് അകത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം ലഭിച്ചു. ഇവിടെയാണ് കെയർടേക്കറായി ആ ബേബി എന്ന കോടഞ്ചേരി സ്വദേശി ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോൺ ഷെഡിലുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം മറ്റെവിടേക്കെങ്കിലും ഈ കടുവയെ കണ്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. 70 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മയക്കുവെടി വെക്കാനുള്ള അടക്കമുള്ള ഓർഡർ വേഗത്തിൽ തന്നെ ഇറങ്ങും. അത് ഇവിടുത്തെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ജനവാസ മേഖലയാണോ അതോ വിശാലമായ കൃഷിയിടങ്ങളുള്ള സ്ഥലമാണോ? തൊട്ടടുത്ത് വനം അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം, എവിടെ നിന്ന് കടുവ വന്നു എന്നത് എന്തെങ്കിലും അതിനൊരു സൂചനയുണ്ടോ? വനമുണ്ടോ അടുത്ത്? ഈ പ്രത്യേകിച്ച് ഇതൊരു വനമേഖല എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമേ അല്ല ഇത്. കാരണം ഇത് തോട്ടങ്ങളുള്ള പ്രദേശമാണ്. തോട്ടങ്ങൾ ധാരാളമുണ്ട്, വാഴത്തോപ്പുകളുണ്ട്, ഒപ്പം തന്നെ മറ്റ് തോട്ടങ്ങളുണ്ട്, അതായത് കാപ്പി അടക്കമുള്ള തോട്ടങ്ങളുണ്ട്. പരിപാലിക്കാത്ത ചില തോട്ടങ്ങൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. ഇതിനിടയിലാണ് ഒരാളെ കാണുന്നില്ല എന്നുള്ളത്. അത് വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്, റേഞ്ച് ഓഫീസർ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. ഡ്രോൺ പരിശോധന അടക്കം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വിവരം, ഒരു സ്ഥിരീകരിക്കാത്ത വിവരം, കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. തോട്ടത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആ മേഖലയിലേക്ക് ആരും പോകരുത്, കടക്കരുത് എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് വേഗത്തിൽ തന്നെ കിടക്കാനുള്ള നീക്കമാണിപ്പോൾ ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്
ഇപ്പോൾ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ഒരു ആശങ്ക സ്വാഭാവികമാണ്. കാരണം ഇതൊരു വനമേഖലയല്ലാത്തതുകൊണ്ട് തന്നെ തോട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശത്ത് ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് ഒരുപക്ഷെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനംവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഇത് പാസിംഗ് എന്നുള്ള തരത്തിലാണ് കരുതിയിരുന്നത്. പാസിംഗ് എങ്കിൽ അത് നേരെ അപ്പുറത്തേക്ക് പോയി അത് വനമേഖലയിൽ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തൊട്ടടുത്ത് വനമില്ല, ഇടതൂർന്ന ഈ തോട്ടങ്ങളും മറ്റു കാടുകളും ഒക്കെയാണുള്ളത്. എന്തായാലും ആ പാസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഒരുപക്ഷെ ഒരാൾ കാണാതായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നു. പക്ഷേ അദ്ദേഹം എവിടെയെങ്കിലും സുരക്ഷിതനായി കടുവയെ കണ്ടപ്പോൾ മാറി നിന്നതായിരിക്കാം എന്നുൾപ്പെടെയുള്ള അത്തരത്തിൽ പ്രതീക്ഷ കൂടി ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫോൺ ഈ ഷെഡിനകത്ത് തന്നെയാണ് ഉള്ളത്. ആ ഷെഡ് കേന്ദ്രീകരിച്ചപ്പോൾ പ്രദേശം കേന്ദ്രീകരിച്ചപ്പോൾ വനംവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്ത് തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ മൂവ്മെന്റ് ഇപ്പം RRT ടീം സൈറ്റ് കണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പഗ്മാർക്കൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കടുവ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് പ്രൊസീജിയറിലേക്ക് പോകും. NTCന്റെ പ്രോട്ടോക്കോളിലേക്ക് പോകും. എന്തായാലും റേഞ്ച് ഓഫീസറാണ് അദ്ദേഹം. റേഞ്ച് ഓഫീസർ രഞ്ജിത്താണ് നമ്മളോട് സംസാരിച്ചത്. ഇനിയിപ്പോൾ ആ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ഒരു ആശങ്ക സ്വാഭാവികമാണ്. കാരണം ഇത്തരത്തിലൊരു പ്രദേശത്ത് ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഈ തോട്ടം മേഖലയിലടക്കം ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് വേഗത്തിൽ കിടക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം മയക്കുവെടി വെക്കുകയോ കൂടുവെച്ച് പിടികൂടുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വേഗം കിടക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ഈ സീസൺ ഒരു പ്രജനന കാലം കൂടിയാണ്. കടുവകളെ സംബന്ധിച്ച് കടുവയുടെ പ്രജനന കാലത്താണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നേരത്തെ പല അനുഭവങ്ങളും മുന്നിലുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാരക്കൊല്ലിയിൽ, അതിനു മുമ്പ് വാഗേരിയിലൊക്കെ ഇങ്ങനെ ആളുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശങ്ക ആളുകളെ സംബന്ധിച്ച് വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കിടക്കുന്നത് എത്രമാത്രം ഉണ്ട് ആശങ്ക വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഞങ്ങൾ പ്രധാനമായി പറയാനുള്ളൊരു കാര്യം, ഈ പനമരം പഞ്ചായത്താണ് കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു പഞ്ചായത്ത്. എത്രയോ നാളുകളായി ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പനമരം ആസ്ഥാനമാക്കി ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ വേണമെന്നുള്ളതാണ്. ഗവൺമെൻറ് അത് കെട്ട മനോഭാവമില്ല. ഇപ്പോൾ വെള്ളമുണ്ടയിൽ നിന്ന് വേണം വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പനമരത്ത് വരാൻ. എന്തുകൊണ്ട് ഈ പനമരത്ത് ഒരു ഫോറസ്റ്റ് അനുഭവിച്ചുകൂടാ? അമ്മാനി, നീർവാരം, കൈതക്കൽ, ഇപ്പോൾ ഇവിടെയും കടുവ ഇറങ്ങി. നാളെ ഭയന്നിട്ട് ഈ തോട്ടം ഒരു മേഖലയാണ് ഈ പനമരം എന്ന് പറയുന്നത്. എങ്ങനെ ജനങ്ങൾ ജീവിക്കും? അതുകൊണ്ട് വനം വകുപ്പ് വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങളെ കാണണം. ജനങ്ങളെ ഏത് രാത്രിയിൽ വിളിച്ചാലും ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ പനമരത്ത് അനുവദിക്കാൻ ഞങ്ങൾ മന്ത്രിക്ക് നിവേദനങ്ങൾ കൊടുത്തതാണ്. മന്ത്രി വിളിച്ച യോഗങ്ങളിൽ ഈ നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതാണ് ആളുകൾ ഉന്നയിക്കുന്ന ആവശ്യം. ഇതാണ് ഇത്ര കാലമായിട്ട് ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നുള്ള ആവശ്യത്തോട് വിമുഖത പ്രകടിപ്പിക്കുന്നു. വെള്ളമുണ്ട വളരെ അകലമുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ എത്തണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്ന ഉദ്യോഗസ്ഥരൊക്കെ ബേഗൂരിൽ നിന്നും പിന്നെ അതോടൊപ്പം തന്നെ ഈ മാനന്തവാടി ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ചർച്ച നടത്തുന്ന നാട്ടുകാരുമായി. അല്പസമയത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കും. അതായത് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ നടപടികളിലേക്ക് വനം വകുപ്പും സർക്കാരും കടക്കുമെന്നുള്ളതാണ് പറയുന്നത്. ആളുകളോടെല്ലാം തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ഒരാശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലം ആളുകളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്, നാട്ടുകാരുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ ബേബി എന്ന ആൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വനംവകുപ്പ് തുടരുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തോട്ടം മേഖല കേന്ദ്രീകരിച്ചെല്ലാം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. അദ്ദേഹം 70 വയസ്സ് പ്രായമുള്ള ആളെന്നാണ് പറയുന്നത്. പടിക്കപ്പറമ്പിൽ ജോയ് എന്ന ആളുടെ തോട്ടമാണ്. ആ തോട്ടത്തിനകത്തു നിന്നാണ് ഇന്ന് രാവിലെ കാണാതായിരിക്കുന്നത്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ആ മേഖല അടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ സംസാരിക്കുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. എന്തായാലും അനൗൺസ്മെൻ്റ് അടക്കം മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് ഇവിടെ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല എല്ലാവരും, അത് വാർത്ത കാണുന്ന എല്ലാവരും, ഈ മേഖലയിലുള്ള ആളുകളൊക്കെ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും അഭ്യർത്ഥിക്കുന്നത്. കാരണം അത്രമാത്രം ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട്. എന്തായാലും പടിക്കമൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് ഇങ്ങനെ
കടുവകൾ ഇറങ്ങാറില്ല എന്നുള്ള നാട്ടുകാർ പറയുന്നു. പ്രത്യേകിച്ച് തോട്ടമാണ്, തോട്ടത്തിനകത്ത് തോട്ട മേഖല കേന്ദ്രീകരിച്ചാണ് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഇങ്ങനെ ഒരു ആശങ്കയിലേക്ക് എത്തുന്ന ഒരവസ്ഥ. കാരണം ഈ സീസണിൽ ഇത് ഒരുപക്ഷെ ആദ്യമായാണ് ഇങ്ങനത്തെ ഒരു സൈറ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ ഫെബ്രുവരിയുള്ള കാലത്ത് വിവിധ പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ കടുവ ഇറങ്ങുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പ്രജനനകാലം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതുതന്നെയാണ് വലിയ ആശങ്കയ്ക്കും കാരണമായിട്ടുള്ളത്. ഇങ്ങനെ ഇറങ്ങിയാൽ ഒരുപക്ഷെ നേരത്തെ ഈ പഞ്ചാരക്കൊല്ലിയിൽ രാധയുടെ അനുഭവമുണ്ട്, അതിനു മുമ്പ് ഭാഗേരിയിൽ മൂടക്കൊല്ലിയിൽ പ്രജീഷിൻ്റെ അനുഭവമുണ്ട്. അതൊക്കെ വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ച് തോട്ടമേഖലയാണ് ഈ ഭൂപ്രദേശം. തോട്ടമേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ആ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വലിയ ഭീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാപ്പിത്തോട്ടങ്ങളിൽ, വയലുകളിൽ, ഒപ്പം തന്നെ അതോടൊപ്പം ഈ കമുകിൻ തോട്ടങ്ങളിലും എല്ലാം തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. വാഴത്തോപ്പുകൾ ഉൾപ്പെടെയുണ്ട്. ഇടതൂർന്ന പ്രദേശമാണ്, ചില പരിപാലിക്കാത്ത തോട്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെ കടുവ മറഞ്ഞിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും വനംവകുപ്പിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട്. ഇനി വയനാട് പനമരം പഞ്ചായത്തിലെ പടിക്കം വയലിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ പ്രദേശത്ത് ഒരു തോട്ടം ജീവനക്കാരനായ ബേബി എന്ന 70 വയസ്സുകാരനെ കാണാനില്ല എന്നതാണ് ആശങ്കയേറ്റുന്നത്. ഏതായാലും ഇപ്പോൾ ആ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.